அப்போ எல்லாருக்குமே வணக்கம் நண்பர்களே. இந்த புதுசான வீடியோவுக்கு எல்லாருக்குமே ஸ்வாகதம். തമിഴ് എപ്പിടി ഇരിക്കടാ എന്നോട് തമിഴ് നമ്മളിങ്ങനെ മലയാളം മാത്രം പറഞ്ഞാൽ ഇടയ്ക്ക് തന്നെ തമിഴ് പറഞ്ഞു. ഇപ്പം ഇന്ന് നമ്മൾ തമിഴ് പറഞ്ഞു, നാളെ നമ്മൾ ഹിന്ദി പറയും, മറ്റും നമ്മൾ കന്നഡ പറയും, അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ ഗുജറാത്തി പറയും. അങ്ങനെ അതാണ് നമ്മൾ. അപ്പോൾ എല്ലാവരും ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. നമ്മളത് ഈ ഒരു ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന പോണ്ട് ഇത് സെറ്റപ്പ് ചെയ്യുന്ന വീഡിയോ ആയിരുന്നു നമ്മൾ ലാസ്റ്റ് ചെയ്തിരുന്നത്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ബീൻ ലൈക്ക് 10 days ആഫ്റ്റർ ദാറ്റ്. അപ്പോൾ ഇതിലേക്ക് മീൻ വാങ്ങാൻ ഉള്ള ലക്ഷ്യം നമുക്ക് അന്ന് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് നമ്മൾ മീൻ വാങ്ങിയിട്ടുണ്ട് ഗൈസ്. ആ മീൻ ഇപ്പോൾ ഇവിടെ നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാണിച്ചു തരാം. പക്ഷേ നമ്മൾ ഈ മീനിനെ എവിടുന്ന് വാങ്ങി, എങ്ങനെ വാങ്ങി, എത്ര പൈസയ്ക്ക് വാങ്ങി, ഇതൊക്കെ നമുക്ക് അറിയണ്ടേ? പോയി അറിഞ്ഞിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ബോഫിൻസ് എഴുവന്തല ഭാഗത്താണ് കട. അങ്ങനെ അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അവർ ക്ലീനിങ്ങിൻ്റെ ടൈമിലാണ് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച സാധനം അവിടെ ഉണ്ടെന്ന് നോക്കിയിട്ട്. കടയിലെ പാട്ട് കാരണം കോപ്പിറൈറ്റ് കിട്ടാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ ചെയ്യാം ഗൈസ്. ഇവിടെ കിടക്കുന്നത് പീകോക്ക് ബാസ് ആണ് ഗൈസ്. ആമസോണിൻ്റെ സ്വന്തം പീകോക്ക് ബാസ്. അതിൻ്റെ തൊട്ടിപ്പുറത്തെ ടാങ്കിൽ 1.5 ലക്ഷം രൂപ വരുന്ന ഡയമണ്ട് സ്റ്റിംഗ്റേ. ഇത് വാങ്ങണമെങ്കിൽ ഞാൻ മിക്കവാറും വീട് പണയം വെക്കേണ്ടി വരും. എന്നാലും ഇതിൻ്റെ അടിയത്തെ ടാങ്കിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മറ്റേ ഗോൾഡൻ ഡോറാഡോ എന്നൊക്കെ പറയുന്ന മീനാണ്. KGF അല്ല കേട്ടോ, വേറെ കാര്യം. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇവിടുത്തെ പല ടാങ്കുകളും സെറ്റ് ചെയ്തിട്ടുള്ള രീതിയാണ്. പ്ലാന്റഡ് ടാങ്ക്സ് ആണെങ്കിലും അല്ല നോർമൽ സ്കീപ്പ് ചെയ്ത ടാങ്ക് ആണെങ്കിലും വളരെ അടിപൊളിയായിട്ടാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇവർ നമ്മുടെ വീട്ടിലൊക്കെ വന്ന് ഇതേപോലെ സെറ്റ് ചെയ്ത് തരും. ഇതിൻ്റെ ഫിൽട്രേഷൻ സിസ്റ്റം ഒക്കെ ഒരു രക്ഷയില്ല. മാത്രമല്ല അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന രീതി. ഇപ്പോൾ ഈ നിയോൺ ടെട്രയുടെ ടാങ്ക് ഉണ്ടല്ലോ, എത്ര അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ 6 ഫീറ്റോളം ലെങ്ത് വരുന്ന ഈ ഒരു പ്ലാന്റഡ് ടാങ്ക് ആണ്. ഇതിൻ്റെ മെയിൻറ്റെനൻസ് ആണ് എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത്. ഇത്രയും ക്ലിയർ ആയിട്ട് ഈ ഡിസ്കസ് ഫിഷ് എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും ടഫായിട്ടുള്ള മീനാണ് വളർത്താൻ. മെയിൻറ്റെനൻസ് ഒക്കെ അത്രയും ഹൈ ആണ്. അതിൻ്റെ പിന്നിൽ കിടക്കുന്ന എനിക്ക് തോന്നുന്നു റെയിൻബോ ഫിഷ് ആണ്. അപ്പോൾ ഈ ഒരു ടാങ്കാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇട്ടാ. അത് ഇവരുടെ ചാനലൊക്കെ കിടക്കുന്നുണ്ട്. ഒരു ചാനലിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്തായാലും ഇവിടെ കുറേ ടൈപ്പ് വെറൈറ്റി മീനുകളൊക്കെ ഉണ്ട്. ചിലതിൻ്റെ പേര് എനിക്കറിയില്ല. ഈ കാണുന്നത് മറ്റേ ബബിളായി ഗോൾഡ് ഫിഷ് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതിൻ്റെ അപ്പുറത്ത് മാഷീറിൻ്റെ കുട്ടിയോ അങ്ങനെ എന്തോ ഉണ്ട്. അതിന് തൊട്ട് മേലിൽ മറ്റേ ഗോസ്റ്റ് ഫിഷ് കിടക്കുന്നുണ്ട്, ഗോസ്റ്റ് നൈഫ് എന്നൊക്കെ പറയുന്ന സാധനം. പിന്നെ അടിക്ക് നോക്കിയപ്പോൾ ദേ കിടക്കുന്നത് നമ്മുടെ പിരാണ. കടിച്ച് കുറച്ച് വലിക്കാനുള്ള സംഗതിയാണത്. എന്നാലും അതിൻ്റെ അപ്പുറത്ത് ബൈഷർ എന്നൊക്കെ നമ്മുടെ ഇംഗ്ലീഷുകാർ വിളിക്കുന്ന സെനഗൽ എന്ന് പറയുന്ന മീൻ നടക്കുന്നുണ്ട്. അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ, കാരണം ഇവരൊക്കെ അത്രയും എക്സോട്ടിക് ആയിട്ടുള്ള മീനുകളാണ്. പിന്നെ ഇവിടെ ഏറ്റവും റയറായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് നമ്മുടെ പഫർ ഫിഷാണ്, ഫ്രഷ് വാട്ടർ പഫർ ഫിഷ്. വേറെ എവിടെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അതിൻ്റെ ഏറ്റവും അപ്പുറത്ത് കടന്നത് മറ്റേ ആർച്ചർ ഫിഷ്, ഈ വെള്ളം തുപ്പിയിട്ട് ഇൻസെക്റ്റിനൊക്കെ പിടിക്കുന്ന സാധനം. എന്നാലും നമ്മുടെ മീൻ ഇവിടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരുടെ കടയുടെ പേര് വൺസ് അഗൈൻ ഞാൻ പറയാം, പോഫിൻസ് ആണ്. ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് എഴുവന്തല ഭാഗത്താണ് ഗൈസ്. അതായത് നമ്മുടെ ചെറുപ്പളശ്ശേരിയിൽ നിന്ന് കൊപ്പത്തേക്ക് പോകുന്ന റൂട്ട്. ഇപ്പം എൻ്റെ ലിപ്പും ഞാൻ പറയുന്ന വോയിസ് തമ്മിൽ യാതൊരു ബന്ധമില്ല. മാമനോടൊന്നും തോന്നില്ല മക്കളെ, വോയിസ് ഓവർ ചെയ്യേണ്ട അവസ്ഥയാണ്. എന്തായാലും മീനൊക്കെ അവരവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ആ ടൈമിൽ ബില്ലും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ യൂട്യൂബർ ആണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെ വലിയ യൂട്യൂബറാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവർക്കറിയില്ലല്ലോ. ആ മീൻ നമ്മൾ ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് ഷോപ്പ്. നമുക്കാണെങ്കിൽ നോക്കാം. നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ മഴ വരുന്നതിന് മുമ്പ് ഞാൻ വിടാൻ നോക്കാം. പിന്നെ വീട്ടിലേക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഗൈസ്. നമ്മുടെ മീനോട് ഇരിക്കുന്നുണ്ട്. ഹെൽമെറ്റ് വരട്ടെ എൻ്റെ മുന്നിൽ. ഓക്കെ, മീനിൻ്റെ മാക്സിമം ഞാൻ കുലുക്കൊന്നും ഇല്ലാണ്ട് എത്തിക്കാൻ നോക്കിയിട്ടുണ്ട്. കുലുക്കൊന്നും പറ്റിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. യെസ്, ദേ ആർ ഫൈൻ ആസ് ഹെൽ. അപ്പോൾ നമുക്ക് നമ്മുടെ പോണ്ടിൻ്റെ അടുത്തേക്ക് എന്തൊക്കെ ഉമ്മാൻ്റെ സെറ്റപ്പ് ഉണ്ട്, അതൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കണുള്ളൂ. അപ്പോൾ നമ്മുടെ പോണ്ടിൻ്റെ അടുത്തെത്തി. പോണ്ട് അന്ന് ഞാൻ കാണിച്ചിട്ടില്ല, ലാസ്റ്റ് വീഡിയോയിൽ കണ്ട പോലെ തന്നെ. നിങ്ങൾ പോണ്ടിൻ്റെ ബിൽഡ് വന്നിട്ടില്ലെങ്കിൽ യു ഷുഡ് വാച്ച് ഇറ്റ് ഗൈസ്. ലിങ്ക് ഞാൻ അടിയിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അല്ലെങ്കിൽ ചാനലിൽ കയറി നോക്കിയാൽ മതി ലാസ്റ്റ് വീഡിയോ. അതെ, അവന്മാരും ഇവിടെ നമ്മൾ ഓൾറെഡി ഇട്ട മോളി ഇതേ കണ്ടാ, അവന്മാർ നല്ല സെറ്റപ്പായിട്ട് ഇപ്പോഴും ഉണ്ട്. അപ്പം ഞാൻ എന്തായാലും നമുക്കിതേ ആക്യുമുലേറ്റ് ചെയ്യാൻ വെക്കണം, ടെമ്പറേച്ചർ സെയിം ആക്കണം. ഞാൻ അന്നത്തേന് ശേഷം പിന്നെ ഇത് പൊക്കിയിട്ടില്ല, വീഴല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മെല്ലെ കൊടുത്തിട്ട് ഓക്കെ നമുക്ക് ഇറക്കി കേട്ടോ. ഇനി ഒരു 10-15 മിനിറ്റ് അവിടെ കിടക്കട്ടെ. വലിയ ടെമ്പറേച്ചർ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല, എന്നാലും ഫോർ ദ സേക്ക് അവിടെ. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വാങ്ങിയിട്ടുള്ളൂ. ഇനിയും നമുക്ക് ഇവരെങ്ങനെ ചെയ്യുന്നു നോക്കിയിട്ട് നോക്കാം. നമുക്ക് ഓവർ ക്രൗഡ് ചെയ്യാൻ പറ്റില്ല, ഓക്സിജനേഷനോ ഫിൽട്രേഷനോ അല്ലാണ്ട്. എന്നാലും അവന്മാരവിടെ കിടക്കട്ടെ, ഇത് നമുക്ക് അടക്കാം. അല്ലെങ്കിൽ വേറെ ജോലിത്തുണ്ടായി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം,
ഒരു 10 മിനിറ്റിന് ശേഷം വരാം. A few moments later. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റ്സ് ആയി അക്യുമുലേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്ക് ഇനി മീനിനെ ഓരോന്നായിട്ട് റിലീസ് ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് ഈ ഗ്രില്ലൊന്നും ഒന്നുകൂടിയും പൊക്കണം. അതാണ് ഏറ്റവും വലിയ പണി. നമുക്കിവിടെ മാറ്റി വയ്ക്കുക, അതാവും കുറച്ചുകൂടി നല്ലത്. മറ്റേ ഇനി വെറുതെ അതാണോ നമ്മളെ മീൻ ഇത് അവിടെ കിടക്കണ്ടേ. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ വല ഞാൻ ലാസ്റ്റ് എവിടെ വെച്ച് എനിക്ക് ഓർമ്മ കിട്ടണം. അവിടെ എവിടെയൊക്കെ ഉണ്ടാവും നോക്കിയോ. ഇവിടെ ഇങ്ങനെ കുറച്ച് പരിപാടി ചട്ടി അറേഞ്ച്മെൻറ്റും പരിപാടിയൊക്കെ നടക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ആകെ സ്പ്രെഡായിട്ട് കിടക്കട്ടോ. ഇവിടെ ഇതിൻ്റെ പല എവിടെ പോയി ലാസ്റ്റ് അവിടെ ഉള്ളിലാവും കൈസ്. ഉള്ളിലൊന്ന് ഞാൻ പോയി നോക്കിയോട്ടെ. നമ്മളവിടെ ഇരിക്കും. നോക്കി ഞങ്ങള് വലുതപ്പെട്ടിരിക്കണോ. ഈ സാധനമാണ് ഇപ്പൊ ഞാൻ ഈ ലോകം മൊത്തം തരണേ. എന്തൊരു കഷ്ടം എൻ്റെ ഒക്കെ ഒരു കാര്യം. എന്തായാലും നമുക്ക് മീനെ നമുക്ക് കുറച്ചുകൂടി ബെസ്റ്റ് ആംഗിൾ ചെയ്താണ് ഗൈസ്. ഇവിടെ കലേ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യട്ടെ. ഒരു മിനിറ്റ്. സാധനം കിട്ടണമില്ലല്ലോ. ഇത് അങ്ങോട്ടും കിട്ടാ. അയ്യോ ഇതല്ല നോബ് മാറിപ്പോയി. അപ്പോൾ ശരി അങ്ങോട്ടെ. Okay, I hope this is enough for you guys to watch. Yeah, okay. അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓരോരുത്തരായിട്ട് നമുക്ക് റിലീസ് ചെയ്യാം. ഇവിടെ ഒരു ഓക്കെ. സോ ഇതാണ് ഗൈസ് നമ്മൾ വാങ്ങിയ മീന്. ഇത് ഓരോന്നിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. അതിന് മുമ്പേ തമ്മിലൊരു ഫോട്ടോ എടുത്തിട്ടേ. ഓക്കെ, നമ്മുടെ തമ്മിലിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമുക്ക് പോരെ ഓരോരുത്തരായിട്ട് ആംഗിൾ കറക്റ്റ് അല്ലേ ആവും വിചാരിക്കാം. ഓരോരുത്തരായിട്ട് അയച്ചു വിടാം. സാധാരണ ആൾക്കാർ എന്ത് വെച്ച് ഈ വെള്ളം അതേപോലെ കവർന്നുണ്ട് ഇതൊക്കെയാണ് കൊട്ടാണ് ചെയ്യുക. പക്ഷേ ശരിക്കും അങ്ങനെ ചെയ്യരുത് എന്നാണ്. കാരണം ഇത് മീൻസ് ഇത് വേറെ റെക്കോർഡൊന്നുമല്ലേ വരുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും ഫംഗസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉണ്ടെന്നല്ല ഞാൻ പറയണത്. പക്ഷെ ഉണ്ടെങ്കിൽ വെറുതെ നമ്മുടെ പോണ്ടിലേക്ക് പകർത്തണ്ടല്ലോ. സോ എൻ്റെ പൊന്നെ ഈ റബ്ബർ ബാൻഡ് അഴിക്കാൻ തന്നെ വേണം 10 ആള്. പക്ഷെ അവർ നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ അത്യാവശ്യം 10 മിനിറ്റ് കൂടെ ഡ്രൈവ് ഉള്ള കാരണേ 10 അല്ല 15 മിനിറ്റ് നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടുണ്ട്. അവർ കടക്കാർ ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. ഒരു എന്നോട് വന്ന ഉടനെ ചോദിച്ചു യൂട്യൂബറാണോ. നമ്മൾ പിന്നെ പാവപ്പെട്ടവരല്ലേ, വളർന്നു വരുന്നല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞു. അപ്പോൾ അവരുടെ ചാനലിനൊക്കെ മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ കൊടുക്കാം ഗൈസ്. പോഫിൻസ് എന്നാണ് പേര്. ഞാൻ പറഞ്ഞു എക്സോട്ടിക് കളക്ഷൻ നിങ്ങൾ ഓൾറെഡി കണ്ടല്ലോ. ഞാൻ വെറുതെ എക്സാജറേറ്റ് ചെയ്ത് പറയില്ല. അവർക്കൊന്നും തന്നിട്ടുമില്ല. ഞാൻ ഡിസ്കൗണ്ട് പോലും ചോദിച്ചിട്ടില്ല. എന്താ പറയാ, അത്രയും നല്ല കളക്ഷൻസ്. ഞാൻ സ്റ്റിംഗ്രേനൊക്കെ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഒരു ഷോപ്പിൽ ഇങ്ങനെ കാണണം. മറ്റേ യൂട്യൂബിലൊക്കെ പല സ്ഥലങ്ങളും കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഫിഷിംഗ് ഫ്രീക്സിന്റെ ചാനലിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടോ. മറ്റേ മൂപ്പര് സ്ഥിരമായിട്ട് വാങ്ങുന്ന ചാനൽ ഇതുണ്ടല്ലോ, കട ഉണ്ടല്ലോ. പക്ഷെ നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല. നല്ലൊരു ഷോപ്പാട്ടോ. അവർക്ക് ഷിപ്മെന്റ് ഉണ്ടോ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അവരുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ അതിനെ പറ്റിയ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അഗെയിൻ സ്പോൺസേർഡ് അല്ല. ഞാൻ എൻ്റെ ഒരു പക്കായിട്ടുള്ള അഭിപ്രായം. നല്ല നീറ്റിൽ മെയിൻറ്റൈൻഡ് ആണ്. ചില അക്വാറിയം ഷോപ്പിലൊക്കെ പോയി കാണണം. വല്ല പാവം തോന്നും നമുക്ക് കണ്ടേനെ മീനുകളെങ്ങനെ വില കൊല്ലാട്ടണ പോലെ. പക്ഷെ അവർ നല്ല പ്രോപ്പറായിട്ട് ഇപ്പം ഞാൻ ചെല്ലുമ്പോൾ അവർ നല്ല രീതിയിൽ ക്ലീനിങ് ചെയ്തു ടാങ്ക്. എന്തായാലും ഇതാണ് പരിപാടി. ഇപ്പം ഇതിൽ 2 കോഴിക്കാർപ്പ്, 2 കബോട്ടോ കോഴി അങ്ങനെ എന്തോ പറഞ്ഞു. ബൈ ദ വേ അവിടെ ഉണ്ടായിരുന്ന പുള്ളിക്കാരൻ ഒരു അൻഷാദ് അങ്ങനെ എന്താണ് പറഞ്ഞത്, എനിക്ക് കാണുന്നില്ലേ. ഓക്കെ, അപ്പോൾ അവനാണ് എനിക്ക് മീനിനെ ഓരോന്നിൻ്റെ പേരൊക്കെ പറയുന്നത്. പിന്നെ 2 താത്താരും ഉണ്ടാകും അവിടെ. അപ്പോൾ കബോട്ടോ കോഴി ഉണ്ട്. ഈ കാണുന്ന ഗോൾഡൻ കളർ ഉണ്ടല്ലേ, കാണണ്ടോ എനിക്കറിയില്ല, അതിൽ ഇട്ടതിന് ശേഷം കാണാം. അതാണ് കബോട്ടോ കോഴി. പിന്നെ ഈ ചെറിയ 2 പാറ്റേൺസ് ഉള്ളതാണ് കോഴിക്കാപ്പ്. പിന്നെ നമ്മൾ 2 നോർമൽ കോയിനെയും വാങ്ങിയിട്ടുണ്ട്. പിന്നെ 4 ഗോൾഡ് ഫിഷും. അപ്പോൾ ഏകദേശം 2 6 4 10 മീൻ കറക്റ്റ് ഗൈസ്. ലക്കി നമ്പർ 10. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് വരെ മെല്ലെ അയച്ചിട്ടാലോ. ഇതിൽ വെള്ളത്തിൽ തന്നെ വെക്കാം. നമുക്ക് വെള്ളം നമ്മൾ മിക്സ് ചെയ്യണില്ല. ഓക്കെ, നമ്മുടെ നെറ്റ് എടുത്തിട്ടുണ്ട്. നെറ്റിൽ മീനിനെ കോരുന്നതിന് മുമ്പ് ഒന്ന് ജസ്റ്റ് നനച്ചെടുക്കാം. അതായത് ഈ മീനുകൾക്ക് അവരെ മേത്ത് സ്ലൈം ഉണ്ടാവും, അത് പോവാതെ നോക്കണം. അപ്പോൾ ഇങ്ങനെ പണിയാണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് ഓരോന്നിനെ പിടിച്ച് വിടാൻ പറ്റുമോ എനിക്കറിയില്ല.
ഓക്കെ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഓഫ് ഫിഷ് 4 ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. അതിലൊരു കോയി കാർപ്പും ഉണ്ട്. ദേ 3 ഗോൾഡ് ഫിഷും കിട്ടും. അവരെ നമുക്ക് റിലീസ് ചെയ്യാം. നോക്കണം മക്കളെ, സെറ്റാവും അവർക്ക് സെറ്റാവാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഫസ്റ്റ് ബാച്ചിന് നമ്മൾ ഇടണം കേട്ടോ 4 ആളെ. നമുക്ക് അടുത്ത ആൾക്കാർ എടുക്കാം. ബടാ ബാക്കി ഇനിയൊരു 2 4 മാറണം. ആ ശരിയാണല്ലോ അല്ലേ, 10 4 6 അല്ലേ? ഞാൻ എന്തുകൊണ്ട് ഓക്കെ. ഇതിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ കബോട്ടൊക്കെ പോയി പടക്കല്ലേ, മീനാകുമ്പോൾ പടക്കുന്നൊക്കെ. ഇതാ ഇതിൽ ഗോൾഡൻ കളറിലൊരു സംഭവം കണ്ടോ, അതാണ് കബോട്ടോ കോയി. അതിൻ്റെ അപ്പുറത്ത് നോർമൽ കോയി കാർപ്പാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് കബോട്ടോൺ റിലീസ് ചെയ്യാം. ജാലെ സിംറാട്ട് ജീലെ അപ്നി സീതി. ഞാൻ പറഞ്ഞില്ലേ ഹിന്ദി മറാഠിയൊക്കെ വരും. ഞാൻ അടുത്തതിനെ പിടിക്കാം. ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ടാണ് ഈ പാടിട്ടോ, അല്ലെങ്കിൽ ആരുടെ ഞാൻ വീടെടുക്കാൻ കൊടുക്കും. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഓഫ് ഫിഷ് അത് കാണിക്കണില്ല, റിലീസ് ചെയ്തിട്ട്. അതിലൊരു ഗോൾഡ് ഫിഷ് ഒരു കബോട്ടോ കൂടി ഉണ്ട് കേട്ടോ. നിൽക്കടാ, ഞാൻ വിടാം. അവൻ ഇവിടെ വന്നിട്ട് കവറിൽ വന്നിട്ട് നോക്കുക, മറ്റേ വിട്ട് വെച്ചിട്ട്. ഓക്കെ, ലാസ്റ്റ് 2 മീന്. ഓക്കെ, ദീസ് ആർ ദ ലാസ്റ്റ് 2 ഗൈസ് ദാറ്റ് വി ആർ ഗോണ റിലീസ്. അതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് ഇതിലേക്ക് റിലീസ് ചെയ്യാൻ പോകുന്ന 2 ആൾക്കാരാണ്. ഓക്കെ, ആൻഡ് പോടാ. ഓക്കെ, അങ്ങനെ ഫൈനലി വി ഹാവ് ഇൻട്രൊഡ്യൂസ്ഡ് a new fish into the pond. അപ്പോൾ അവന്മാർ സെറ്റാവാൻ കുറച്ച് ടൈം എടുക്കും. പോതെ എടാ, നിനക്ക് ഇതിന് പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ, ഇല്ലല്ല. അപ്പോൾ അതിൽ കിട്ടുന്നുണ്ട് ഓൾറെഡി. ഇതിൽ 2 മോളിൽ കിടക്കുന്നുണ്ടാവും. അവന്മാർ ആരുടെ അവന്മാർ നോക്കുന്നുണ്ടാവും. എന്തായാലും അവന്മാർ ഇതിൽ കിടക്കട്ടെ. എന്തായാലും അവന്മാർക്കൊന്ന് സെറ്റാവാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് നാളെ വന്നിട്ടേ ഇവരെങ്ങനെ ഉണ്ട് നോക്കാം. ഇനിയിപ്പോൾ കുറച്ച് തന്നെ നല്ല മഴയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അപ്പോൾ ഷൂട്ട് ചെയ്യാൻ ലൈറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഗൈസ് എന്തായാലും നിങ്ങൾ വെയിറ്റ് ചെയ്യും. നിങ്ങൾക്ക് എന്തായാലും നാളെ എന്ന് പറഞ്ഞാൽ 2 മിനിറ്റ് ഉണ്ടാവും, അല്ല 1 സെക്കൻഡ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് നാളെ നോക്കി നോക്കാം ഹൗ ദേ ആർ ഡൂയിങ്. സോ നാളെ കാണാം. രാവിലെ തന്നെ നല്ല മഴയാണ് ഗൈസ്, മഴക്കാലം പോലെയൊക്കെ ഉണ്ട്. അത് കാരണം ഞാൻ കുറച്ച് നിൽക്കാൻ വൈകി, 10 മണിയായിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഫിഷ് ഇന്ന് രാവിലെ തീറ്റിട്ട് കൊടുത്തപ്പോൾ ആദ്യമൊക്കെ അവന്മാരൊന്ന് മേലേക്ക് വരാൻ മടിച്ചെന്നെങ്കിലും ഇപ്പോൾ വന്നിട്ട് മേലെ വന്ന് ഫീഡ് എടുക്കുന്നുണ്ട്. കണ്ട, കുഴപ്പമൊന്നുമില്ല. എല്ലാവരും നല്ല റെസ്പോൺസീവായിട്ടുണ്ട്. രാവിലെ കുറച്ച് ടൈം എടുത്തു കിട്ടും അവന്മാർ. ഞാൻ വന്ന ടൈമിൽ എല്ലാവരും ഈ പായലിൻ്റെ അടിയിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു, പേടിച്ച് നിൽക്കണ പോലെ. പക്ഷെ ഇപ്പോൾ തീറ്റൊക്കെ എടുത്തപ്പോൾ അവന്മാർ ആക്റ്റീവ്. ഞാൻ കുറച്ചുകൂടി നല്ല അടിപൊളി വീഡിയോ എടുത്തിട്ടുണ്ട്. അടിപൊളി എന്നല്ല, അവർ ഫീഡ് എടുക്കുന്ന വീഡിയോ കുറച്ച് എടുത്തിട്ടുണ്ടാകുമ്പോൾ ഞാൻ അവിടെ കാണിക്കാം. എന്തായാലും നല്ല സൈനാണ്, കാരണം ഇന്നലെ കൊടുന്ന് ഇട്ടു, ഇന്ന് രാവിലേക്ക് അവന്മാർ ഫീഡ് എടുക്കുന്നുണ്ട്. സോ ദേ ആർ ജസ്റ്റ് ലൈക്ക് അക്ലിമറ്റൈസ്ഡ് വിത്ത് വാട്ടർ, വിച്ച് ഇസ് എ റിയലി ഗുഡ് സൈൻ. ഇനിയിപ്പോൾ ഇവന്മാർ ഒരാഴ്ച എങ്ങനെ അവന്മാർ വളരുന്നത് നോക്കട്ടെ, അതിനനുസരിച്ച് നമുക്കിനി മീൻ ആഡ് ചെയ്യാം. സോ ഇനി മീൻ ആഡ് ചെയ്യുന്ന വീഡിയോ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്തായാലും ഇറ്റ്സ് ലുക്കിംഗ് ഗ്രേറ്റ്. നമ്മൾ ഇപ്പം തന്നെ ബീറ്റ് ചെയ്യുന്നില്ല, ഒരാഴ്ച കൂടി നോക്കട്ടെ എന്താണ് ഇവരുടെ ഹാലിങ്ങുള്ളത്. എന്നാലും അവന്മാർ അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുണ്ട് ഇപ്പോൾ വെള്ളത്തിനോട്. രാവിലെ ഞാൻ ജസ്റ്റ് പേടിച്ചു, കാരണം ഫുൾ എല്ലാവരും ഇങ്ങനെ വെള്ളത്തിനടിയിൽ പേടിച്ചിരിക്കണമല്ലോ. അപ്പോൾ ഫീഡൊക്കെ കിട്ടിയപ്പോൾ അവന്മാർ ഇഷ്ടമായി. അപ്പോൾ എന്തായാലും ഗൈസ് ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. മീൻ ആഡ് ചെയ്തു, ഇനിയും മീൻ ആഡ് ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സുമായിട്ട് വീഡിയോ ഷെയർ ചെയ്യാം. മാത്രമല്ല നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ അടിയിലുണ്ട്, ഫ്രീ ആണ് ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യും. നമുക്ക് ഇനി ഇതിൽ അരാപ്പൈമിനൊക്കെ കൊടുത്തിട്ടുണ്ടേ, ഞാൻ രക്ഷപ്പെടണ്ടേ, എന്നാലല്ലേ കാര്യമുള്ളൂ. ജസ്റ്റ് കിഡിങ് അല്ല, സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ എന്തായാലും നീ വലിയ പരിപാടി ഒന്നുമില്ല, മൊസാൻ്റെ അടുത്ത് നിന്നുകൊണ്ട് നമുക്ക് ഔട്ടർ കൊടുക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ റോഷൻ സൈനിങ് ഔട്ട്. ഗുഡ് ബൈ, ടാറ്റാ, ബൈ ബൈ. സീ യു നെക്സ്റ്റ് വൺ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം കേട്ടോ. ടാറ്റാ, ബൈ ബൈ.